കെസിയ വന്ന് പറഞ്ഞത്, അവളുടെ അപ്പൻ ഇങ്ങനെ ഇയർ ബാലൻസായിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങളുടെ പണിക്കൊന്നും നിങ്ങളുടെ പഴയ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കുടുംബം അരിമുട്ടിയല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വിഷമിക്കുമ്പോൾ പെട്ടെന്ന് ഉടമ്പടി ധ്യാനത്തിലൂടെ പറയുന്നു, നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ ഉടമ്പടി ധ്യാനത്തിനെ ശ്രദ്ധിക്കണം. ആ ധ്യാനത്തിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട ഉടനെ പിന്നെ എന്താ കെസിയോട് പറഞ്ഞത്, ഉടമ്പടിയിലിരിക്കുന്ന വ്യക്തികൾ മറ്റു വ്യക്തികളുടെ സ്വരങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞാനിങ്ങനെ ഓർത്ത് പറയണമല്ലേ. ഇവിടെ വരുമ്പോൾ കുറേ കാര്യങ്ങൾ കർത്താവ് എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് വേറെ കാര്യങ്ങൾ പറയും. അപ്പോൾ അതൊക്കെ ഞാൻ ഞാൻ കേൾക്കണ മനസ്സിൽ ഈശോ കേൾക്കണം, ഈശോ പറഞ്ഞ് കേൾക്കണ കാര്യങ്ങൾ നിങ്ങളോട് പറയും. പക്ഷേ അത് ആരെങ്കിലും കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വില ഉണ്ടെന്ന് പറയാൻ കാര്യം. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ എത്ര കെട്ട മനുഷ്യരാണെന്ന് പറഞ്ഞാലും ദൈവം നിങ്ങളുടെ വില ഒരിക്കലും കുറയത്തില്ല. സ്വർണം പോലെയല്ലേ, സ്വർണത്തിൻ്റെ വില കുറയത്തില്ലല്ല, ചളങ്ങിയാലും കുറയത്തില്ല, അത് കറുത്താലും കുറയത്തില്ല, വില കുറയത്തില്ല അതിൻ്റെ. അപ്പം അതുപോലെ നീ സ്വർണ്ണമാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നീ സ്വർണ്ണമാണ് എനിക്കെന്ന്. സ്വർണം മങ്ങിപ്പോയത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷേ വില കുറഞ്ഞത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വിലാപങ്ങൾ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലയിൽ ചിതറിക്കിടക്കുന്നു. അതായത് ഇസ്രായേലിനെ കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ദൈവപൈതലിനെ കുറിച്ചും പറയുന്നത്, ദൈവം ചോദിക്കണം എങ്ങനെ സ്വർണത്തിൻ്റെ വില എങ്ങനെ കുറഞ്ഞെന്നല്ല ചോദിക്കുന്നത്. അങ്ങനെ ഒരിക്കലും കുറയത്തില്ല. നീ സ്വർണമാണ്, നിനക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? മങ്ങിപ്പോകാം. നീ ദൈവത്തിന് നകലുന്നതനുസരിച്ച്, വിശ്വാസം കുറയുന്നതനുസരിച്ച് കൊണ്ട്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ കുറയുന്നതനുസരിച്ച് കൊണ്ട് നിനക്ക് മങ്ങൽ വരാം, പക്ഷെ വില കുറയത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ നമ്മുടെ വീട്ടുകാരുടെ മുമ്പിൽ നമുക്ക് വില കുറഞ്ഞാലും ദൈവ തിരുസന്നിധിയിൽ ഒരിക്കലും നമ്മുടെ വില ഇടിയത്തില്ല. അതാണ് നമ്മുടെ കോൺഫിഡൻസിൻ്റെ തന്നെ. ദൈവ തിരുസന്നിധി വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് അതായിരിക്കണം. കാര്യം നിങ്ങളുടെ പാപങ്ങൾ കൊണ്ടോ, ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞാൽ എന്താണ്, അയ്യോ ഞാൻ പാപിയാണ്, എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ, ഞാൻ പാപാവസ്ഥ ജീവിക്കുന്ന ആളാണ്, എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് നീയാണ് വിഡ്രോ ചെയ്ത് പോണത്. പക്ഷേ കർത്താവ് എന്താ പറയണത്, നീ ഇപ്പോഴും സ്വർണം തന്നെയാണ്, മങ്ങിപ്പോയിട്ടുണ്ടെന്ന കാര്യം സത്യമാണ്, പക്ഷെ നിന്റെ വില കുറഞ്ഞിട്ടില്ല. കൈയടിച്ച് കർത്താവ് അതായത് ഈ വില കുറയാത്തത് കൊണ്ടാണ്, നമ്മുടെ വില ദൈവത്തിരുസന്നിധി കുറയാത്തത് കൊണ്ടാണ് നിനക്ക് പകരം ഞാൻ ജനതകളെ നൽകിയെന്ന് പറയണത്, രാജാക്കന്മാരെ നൽകിയെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 4-ാമത്തെ വാക്യം. നീ എനിക്ക് വിലപ്പെട്ടവനും, പറഞ്ഞ് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്ത് പ്രശ്നം വന്നാലും ഈ വചനങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ഇത് നിങ്ങൾക്കറിയാം, ഇത് ഓൺലൈൻ ലീസോ ഈ ധ്യാനം നയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ചെറിയ കൺഫ്യൂഷൻ ഞങ്ങൾ തമ്മിലുള്ളത്. അതായത് ഇപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്, വിലാപങ്ങൾ. നീ എന്തവസ്ഥയാണെങ്കിലും തങ്കമാണ്. ഇപ്പോഴും മങ്ങിപ്പോകാം, പക്ഷേ വില കുറഞ്ഞിട്ടില്ല. ഉടമ്പടി എടുക്കാൻ വരുന്ന ഓരോ മനുഷ്യരും അറിയേണ്ടതാണ്, എൻ്റെ പാപാവസ്ഥ, എൻ്റെ ജീവിത രീതി എന്ത് തന്നെയായാലും ദൈവത്തിരുസന്നിധിയിൽ എൻ്റെ വില
കുറഞ്ഞിട്ടില്ല. കൈയടിച്ച് ശ്രുതികടല്ലേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് ഉടമ്പടിയുടെ എഫിക്കസി ഓഫ് കവനൻറ്റ്. അതായത് നമ്മളെ തന്നെ വിലയിടിച്ചാലും അങ്ങനെ നമ്മൾ ചിന്തിച്ചാലും ദൈവം അങ്ങനെ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നീ ഫ്രഷായിട്ടാണ് നീ ദൈവസന്നിധിയിൽ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ നിനക്കെന്താ ചെയ്യേണ്ടത്? നിനക്കിതിനെക്കുറിച്ച് ഒരു മിനിമം, ഇപ്പോൾ കെസിയായോട് പറഞ്ഞത് എന്താ, ഡോക്ടർ പറഞ്ഞത് എന്താ, അപ്പായി ഇനി ജോലിക്ക് പോയിട്ടത് കേട്ടോ, അപ്പായിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമാണ്, അത് തിരിച്ച് വീണ്ടും വരുമെന്ന് പറയും. അപ്പോൾ അരിമുട്ടിപ്പോയില്ലേ? അരിമുട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് ഇപ്പോൾ പറഞ്ഞ അരിമുട്ടിയല്ല ഈശോ എന്ന് പറഞ്ഞു. ഇത് ചില ഈ മനുഷ്യന്മാരുടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വിശ്വാസ ലെവലിനേക്കാൾ വിശ്വാസ ലെവൽ നെഗ്ലിജിബിളായിട്ട് കളയും. എന്നാൽ അതൊരു അവഗണിക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് കരുതും. കാര്യം അവർക്ക് വിശ്വാസത്തേക്കാൾ ഉപരി സ്നേഹമാണ് മുറ്റി നിൽക്കുന്നത്. നിൻ്റെ ഹൃദയത്തിൽ വിശ്വാസം കൂടിയാൽ, അല്ല സ്നേഹം കൂടിയാൽ പിന്നെ വിശ്വാസം ഒരു വിഷയമാകത്തില്ല. ചില ആൾക്കാർ വന്ന് ചോദിക്കുമല്ലോ, വന്ന് അവിടെ വന്ന് വെച്ചും ഉടമ്പടി എടുക്കണം, പോയി നോക്കാം, മറ്റുള്ളവരുടെ സാക്ഷിയൊക്കെ കേൾക്കാം, അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് നോക്കാം, അമ്മയ്ക്ക് എന്ത് കിട്ടിയെന്ന് അറിയാം. ഇങ്ങനെയൊക്കെ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ചില ആൾക്കാർ വരുന്നില്ലേ. അവൻ്റെ കാര്യം പോക്കായിരിക്കും. എന്താ കാര്യം? അവൻ ടെസ്റ്റ് ചെയ്യണത് ആരെയാ? കർത്താവിനെയല്ല ടെസ്റ്റ് ചെയ്യണത്. അവൻ ടെസ്റ്റ് ചെയ്യണത് ആരെയാണ് ശരിക്കും? അവനെ തന്നെ ടെസ്റ്റ് ചെയ്യണം. എന്താണ്? എനിക്കിത് പറ്റത്തില്ലെന്ന് അവൻ തന്നെത്താൻ ധരിക്കുന്നു. എനിക്ക് ഉടമ്പടി പറ്റത്തില്ലെന്ന് ധരിക്കുന്നു. പക്ഷേ ദൈവം എന്താ പറയണത്? നിനക്ക് പറ്റുമെന്നാണ് ദൈവം പറയണത്. എന്താണ്? നീ ഇപ്പോഴും തങ്കവാ, നിൻ്റെ വില കുറഞ്ഞിട്ടില്ല, നീ നിന്നെ തന്നെ മോശമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ്, നമ്മളെ തന്നെ വില കുറച്ച് കളയുന്ന ആ സംഭവം മാറ്റിവെക്കണം. മാറ്റിയിട്ട് എൻ്റെ കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ ദൈവം തന്നെയാണ്. ഇന്നും ദൈവതിരുസ്ഥൻ്റെ എനിക്ക് വിലയുള്ളത് കൊണ്ടാണ് എൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് ആര് പറഞ്ഞാലും എന്ത് കേട്ടാലും ഇവിടെ ഞാൻ വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് നീ ദൈവമായിട്ട് കൈ കൊടുക്കണം. എന്താ കാര്യം? നിൻ്റെ ജീവിതം എല്ലാം പുതുതായിട്ട് തുടങ്ങാൻ പോവുകയാണ്. ഇനി നിൻ്റെ ജീവിതം ദൈവം തീരുമാനിക്കും, വേറെ ആരും തീരുമാനിക്കാനില്ല. ബാങ്കുകാർ തീരുമാനിക്കത്തില്ല, ഡോക്ടർ തീരുമാനിക്കത്തില്ല, ആരുമേ തീരുമാനിക്കത്തില്ല. നിൻ്റെ കാര്യം ആര് തീരുമാനിക്കും? നിൻ്റെ ദൈവം തീരുമാനിക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ഇതാണ് ഒരു കോൺഫിഡൻസ് എന്ന് പറയണത്. കാരണം ദൈവദൃശ്യം നമ്മളെ സ്റ്റാറ്റസിന് മങ്ങലേറ്റതേ ഉള്ളൂ, പക്ഷേ ഡാമേജ് ആയിട്ടില്ല. ഇത് ബൈബിൾ നിനക്ക് തരുന്ന ഏറ്റവും വലിയ അഷ്വറൻസാണ്. എന്താണ്? മേ ബി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ദൈവദൃശ്യം നിൻ്റെ സ്റ്റാറ്റസ് അല്പം മങ്ങിപ്പോയി കാണും, പക്ഷേ ഡാമേജ് ആയിട്ടില്ല. അത് കർത്താവ് നിങ്ങൾക്ക് തരുന്ന വെളിപാടാണ്. കൈയിടിച്ച് ശ്രദ്ധിക്കട്ടെ. അപ്പോൾ കെസിയ ഉടമ്പടി എടുത്തപ്പോൾ അപ്പായോട് പോരുത്, ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ട്, നിങ്ങളിലേക്ക് തൂക്കുകെട്ടേ വേണ്ടി ഇനി പോകേണ്ട കാര്യമില്ല, പെരപണിക്ക് ഇനി പോകാൻ പറ്റത്തില്ല, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിങ്ങൾ മാറണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ വിട്ടല്ലേ. പക്ഷേ എന്താ പ്രശ്നം? ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പ്രസംഗം കേട്ട്. പ്രസംഗം എന്താ പറയണത്? നിങ്ങൾ ഉടമ്പടിക്കാലത്ത് മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നത് ദൈവസ്വരമായിട്ട് ശ്രദ്ധിക്കണമെന്ന്, ദൈവം അവരിലൂടെയും നിങ്ങളോട് സംസാരിക്കാമെന്ന്. അപ്പോൾ അവരിലൂടെ അത് ഇവർക്ക് അഭിഷേകമായിട്ട് തോന്നി. എന്നുവെച്ചാൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് ദൈവസ്വരമായിട്ട് നീ കേൾക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഉടനെ ഇത് കേട്ടിട്ട് ഉടനെ ഇവളെ കേൾക്കണത് എന്താണ്? അപ്പായെ വീണ്ടും ആൾക്കാർ വന്ന് പെരപണിയാൻ വിളിക്കണതാണ്. അപ്പോൾ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞായിരുന്നല്ലോ, ഇനി മറ്റുള്ളവർ പറയണത് നീ കേൾക്കണം, അവരിലൂടെ ദൈവം നിന്നോട് സംസാരിക്കുമെന്ന് വന്നില്ല. അപ്പോഴേ ഇവൾക്കത് അഭിഷേകമായി. ഈ അഭിഷേകം എന്ന് അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവവചനത്തിനും മറ്റുള്ളവരുടെ വചനത്തിനും നമ്മൾക്ക് ക്യാച്ച് ചെയ്തിട്ട് ഓൺ ദി സ്പോട്ടിൽ ഓൺലൈനായിട്ട് ഇതിനെ ഡിക്റ്റേറ്റ് ചെയ്തെടുക്കണം. ഡിസേൺമെൻ്റ് എന്ന് പറയും. ഡിസേൺമെൻ്റ് എന്ന് പറയുന്നത് ഈ ദർശന വരം ഉള്ളവർക്ക് ദൈവം തരേണ്ട ഒരു വരമാണ്. വ്യാഖ്യാന വരം ഉള്ളവർക്കും വിവേചന വരമെന്ന് സംഭവമുണ്ട്.
കരിസ്മാറ്റിക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത് അതായത് അതിനകത്ത് പ്രാരംഭ ധ്യാനം, വളർച്ച ധ്യാനം, അത് കഴിഞ്ഞിട്ട് ആന്തരിക സൗഖ്യ ധ്യാനം, പ്രാർത്ഥനാനുഭവ ധ്യാനം, വരദാനങ്ങളുടെ ധ്യാനം വരുമ്പോഴാണ് ഇത് വരണം, വിവേചനം വരണത്. പക്ഷെ ഉടമ്പടിയിൽ നീ ഉടമ്പടിയുമായിട്ട് നീ കർത്താവിൻ്റെ ഐക്യത്തിലായത് കാരണം ഈ ദാനങ്ങളെല്ലാം നിനക്ക് നിൻ്റെ വിശ്വാസത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ആനുപാതികമായിട്ട് നിനക്ക് വിവേചനം വരം കൂടി കിട്ടുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. അപ്പം കെസിയുടെ സാക്ഷ്യത്തിൻ്റെ വചനങ്ങളെ നോക്കിയിട്ട് വീണ്ടും വീട് പണിയാനും തൂക്കിക്കട്ടയുമായിട്ട് വിളിക്കുന്നതിനെക്കുറിച്ച് വചനത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ ഇവിടെ കയറണത്. ഇവിടെ കയറി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും വേറൊരു കാര്യത്തിന് വേണ്ടി വചനം ഓപ്പൺ ചെയ്ത് കർത്താവിനോട് സന്ദേശം ചോദിക്കാൻ വേണ്ടി വചനം ഓപ്പൺ ചെയ്യും. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയിലുള്ള എല്ലാവരും തന്നെ വചനത്തിലൂടെ ആൾക്കാർ കർത്താവിനൊക്കെ ഒന്ന് ആലോചന ചോദിക്കുന്നുണ്ട്. ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്യുന്ന എല്ലാവരോടും ആൾക്കാരോട് കർത്താവ് വചനത്തിലൂടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം കമ്മ്യൂണിക്കേഷൻ കവനനിൻ്റെ ഭാഗമാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കവനനിൻ്റെ ഭാഗമാണ്. ആര് കവനൻ്റിലായാലും ഉടനെ കമ്മ്യൂണിക്കേഷൻ ആകും. അപ്പോൾ ചിലർക്ക് നല്ല വെട്ടിപ്പായിട്ട് സംസാരിക്കാൻ അറിയാം ദൈവത്തോട്, ചിലർ സംസാരിക്കത്തില്ല, പക്ഷെ മനസ്സിൽ ഓർക്കും. എല്ലാം കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പം ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ, അപ്പോൾ അതായത് ഞാൻ വേറൊരു വിഷയത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ കെസിയുടെ സാക്ഷ്യത്തിന് പറ്റുന്ന വചനം കർത്താവിക്ക് തന്നു. അത് സക്കറിയയുടെ വചനമാണ്. ഞാൻ കേട്ട് വായിച്ചിട്ടില്ലാത്ത വചനമാണത്. ഇപ്പം കാണിച്ചുകൊണ്ട് ഞാൻ നോക്കിയെടുത്ത് നിങ്ങൾ കണ്ടല്ലോ. അതായത് സക്കറിയ 1:15 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. സ്വസ്ഥത അനുഭവിക്കുന്ന ജനതകളുടെ മേൽ എനിക്ക് ഏറെ കോപമുണ്ട്. ഞാൻ എൻ്റെ ജനത്തോട് അല്പം കോപിച്ചപ്പോഴേക്കും അവർ അനർത്ഥം വർദ്ധിപ്പിച്ചു. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ അലിവ് തോന്നി ജെറുസലേമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവിടെ എൻ്റെ ആലയം പണിയും, ജെറുസലേമിൻ്റെ മേൽ അളവ് ചരട് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തൂക്കുകെട്ടുമായിട്ട് തിരിച്ചു വരികയാണ്. അതായത് വിഡ്രോ ചെയ്തിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങളും വിഡ്രോ ചെയ്തിരിക്കുന്ന ജീവിത രീതികളിലേക്കും നമുക്ക് ഉടമ്പടിയിലൂടെ തിരിച്ചു വരുന്നതിന് പ്രവചനങ്ങളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്. ഇതെല്ലാം വാഗ്ദാനമാണല്ലോ. നെക്സ്റ്റ് ലൈൻ. ജെറുസലേമിൻ്റെ മേൽ അളവ് ചരവ് പിടിക്കും, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാകും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ പറഞ്ഞ് വീണ്ടും വിളിച്ചു പറയുക, വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ വീണ്ടും വീണ്ടും ഐശ്വര്യപൂർണ്ണമാകും. അതായത് അളവ് ചരട് കൊണ്ട് പിടിച്ച് അതിനെ നിർമ്മിച്ച് ഉയർത്തി വളർത്തുന്ന, അതായത് നമ്മളുടെ ജീവിതം മുഴുവനും റീസ്റ്റേറ്റ് ചെയ്യുന്നതാണ്. ഐശ്വര്യം പുനഃസ്ഥാപിക്കുമെന്ന് കർത്താവിൻ്റെ പ്രവാചകവചനങ്ങളുടെ പ്രധാനപ്പെട്ട ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ ബോഡി, നമ്മുടെ ശരീരത്തിൻ്റെ ഐശ്വര്യമായാലും ശരി, ഇപ്പോൾ ചിലരെ കണ്ടു കഴിഞ്ഞാൽ 5 കീമോ എടുത്തവരാണെന്ന് പറയത്തില്ല. കാര്യം എന്താണ്? അത് വേറെ ആയിട്ട് അത് അതിൻ്റെ ആന്തരിക അഭിഷേകം കിട്ടിയിട്ട് അത് ഇവർക്ക് ബോഡിക്ക് ഏറ്റതായിട്ട് നമുക്ക് തോന്നത്തില്ല. ഇങ്ങനെ ഓരോ വിഷയം അങ്ങനെയാണ്. ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആളാണ് നമ്മളെന്ന് പറയാത്ത രീതിയിൽ ഈ പുനഃസ്ഥാപന റീജിസ്ട്രേഷൻ ഒത്തിരി ഉണ്ടായിക്കൊണ്ടിരിക്കാം. അത് വാഗ്ദാനത്തിലുള്ളതാണ്. ഉടമ്പടി വാഗ്ദാനങ്ങൾ 8000 കേട്ടോ. 8880 വാഗ്ദാനങ്ങളാണ് ഉടമ്പടിയിലുള്ളത്. അപ്പം അതെല്ലാം മനുഷ്യൻ്റെ എക്കാലത്തെയുമുള്ള ജീവിതത്തെയാണ് അഡ്രസ്സ് ചെയ്യണത്. അതുകൊണ്ട് ഈ 8850 വാഗ്ദാനങ്ങളിൽ പെട്ടത് മാത്രമായിരിക്കും നമ്മുടെ വിഷയങ്ങളെല്ലാം വരാൻ പോണത്, പുതുതായാലും പഴയതായാലും. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ചിന്തിക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവമായിട്ടുള്ള ലവ് ലെവല്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 13-ന്റെ 7-ാമത്തെ തിരുവചനങ്ങൾ. സ്നേഹം സകലതും സഹിക്കുന്നു,
സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു. സകലതും വിശ്വസിക്കുന്നു. ദാറ്റ്സ് എ പോയിന്റ്. സ്നേഹം എന്ന് പറഞ്ഞ സ്നേഹം സകലതും വിശ്വസിക്കുന്നു. അപ്പം ദൈവത്തിൽ ഇത്തിരി വിശ്വാസം മങ്ങിയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തോടുള്ള സ്നേഹം ബൂസ്റ്റ് ചെയ്യണം. ഇതൊരു ഫോർമുലയാണ്. ദൈവത്തോട് അല്പം സ്നേഹം നിങ്ങൾക്ക് മങ്ങിയാൽ, വിശ്വാസം മങ്ങിയാൽ, നിങ്ങൾക്കറിയാമല്ലോ അവിടെ ഒരു ബാലൻസിങ് എന്ന് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം മങ്ങിയാൽ എന്താ പറ്റണത്? സംശയം കൂടും. അതാണ് കാര്യം. വിശ്വാസവും സംശയം കൂടിയാണ് ഉള്ളത്. വിശ്വാസം എന്ന് പറയണത് സംശയരഹിതമായ ഒരു അവസ്ഥയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാണ് ഈശോ ചോദിക്കുന്നത്, അല്പവിശ്വാസി നീ സംശയിച്ചത് എന്തിന്? അപ്പം വിശ്വാസം അല്പമായാൽ സംശയം കൂടിയിരിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-ാമത്തെ വാക്യം. മത്തായി 14:31. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവനെ പിടിച്ചുകൊണ്ട് ആര് പിടിച്ച കാര്യം പറയണേ? പത്രോസിനെ. അപ്പം ഉടനെ അതായത് സിറ്റുവേഷൻ ഓഫ് ദി സ്റ്റോറി ഇങ്ങനെയാണ്. കർത്താവ് കടലിൻ്റെ മീതെ രാത്രി വരുന്ന ഭാഗമാണിത്. അപ്പം കടലിൻ്റെ മീതെ കർത്താവിനെ കണ്ടപ്പോൾ വിസ്മയിച്ചുകൊണ്ട് പത്രോസ് ഒത്തിരി സ്നേഹത്തോടെയാണ് പറഞ്ഞത്, ലോർഡ് ഇറ്റ് ഈസ് യു ഇഫ്, അതായത് നീയാണ് എങ്കിൽ എന്നോടും ഈ കടലിൻ്റെ മീതെ അങ്ങോട്ട് വരാൻ കൽപ്പിക്കുന്നത്. ഈ പത്രോസ് ഈശോ കടലിൻ്റെ മീതെ വരുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും പത്രോസിൻ്റെ ഉള്ളിൽ വിശ്വാസത്തെക്കാളുപരി സ്നേഹമാണ് വരണത്. അപ്പം ഈശോ കണ്ടപ്പോൾ വേറെ ആർക്കും തോന്നാത്തൊരു കൊതിയല്ല ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. പത്രോസിൻ്റെ ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രശ്നം, സ്നേഹത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാകും. അതായത് ഭയങ്കര, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്ന ആരോടായിരിക്കും? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ. നിങ്ങൾ ഏറ്റവും കൂടുതൽ തോന്നിയ ദിവസം കാണിക്കുന്ന ആരോടായിരിക്കും? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോടാണ്. അപ്പോൾ സ്നേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാവും. അപ്പോൾ പത്രോസിന് സ്വാതന്ത്ര്യം കൂടുതലാണ്, കാര്യം സ്നേഹം കൂടുതലാണ്. അപ്പോൾ കടലിലെ മീതെ കർത്താവെ കണ്ടപ്പോൾ ഈ മനുഷ്യനുള്ള ഒരു സ്വാതന്ത്ര്യത്തോടുള്ള ഒരു അധികാരമുണ്ടല്ലോ. പറഞ്ഞ്, കർത്താവേ നീയാണതെങ്കിൽ കടലിലെ മീതെ അങ്ങോട്ട് വരാൻ എന്നോട് പറയാൻ പറയും, എന്നെ വിളിക്കാൻ പറയും. അപ്പോൾ ഈശോ പറഞ്ഞു കാം എന്ന് പറയും. അത് അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ തോത് ചിന്തിക്കാൻ പറ്റണ അല്ല ശരിക്കും, അത്രയും കൂടുതലാണ്. പക്ഷേ ഈ സ്നേഹത്തിലാണ് ഇവൻ ഈ യാത്ര ചെയ്യണത്. കടലിൻ്റെ മീതെ, വിശ്വാസത്തിലല്ല. കടലിൻ്റെ മീതെ കർത്താവ് പത്രോസ് യാത്ര ചെയ്യും കർത്താവിൻ്റെ അടുത്തേക്ക്, അത് സ്നേഹത്തിലാണ് യാത്ര ചെയ്യണത്. പക്ഷെ കാലം നനഞ്ഞ് കാറ്റടിച്ചപ്പോൾ പെട്ടെന്ന് സ്നേഹം മറന്നുപോയി. അപ്പോൾ ഉടനെ ഇവൻ ഡുമ്പെന്ന് പറഞ്ഞ് താഴേക്ക് വരും. ഉടനെ കർത്താവ് ഉടനെ കയറി പിടിക്കുക പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അല്പവിശ്വാസി. എന്താണ്? അപ്പോൾ അല്പ സ്നേഹമുള്ളവരെന്നല്ല, അതായത് സ്നേഹമാണെങ്കിൽ എന്താ ചെയ്യണത്? അങ്ങോട്ട് പോകണം. നമ്മുടെ യാത്ര എപ്പോഴും വിശ്വാസത്തിലല്ല യാത്ര, പിന്നെന്താണ്? സ്നേഹത്തിലാണ് യാത്ര. അപ്പോൾ ഒരു ദിവസങ്ങളിലൊരു സാക്ഷ്യം എന്ന് പറയണത്, അവളുടെ പട്ടയം എന്ന് പറയുന്നത് പുറമ്പോക്ക് ഭൂമിയിൽ പട്ടയം എന്ന് പറഞ്ഞ ബാങ്കുകാർ എടുക്കത്തില്ല. അപ്പോൾ അവൾ ഉടമ്പടി വെച്ചിരിക്കണത് പട്ടയഭൂമി, പുറമ്പോക്കിലെ പട്ടയഭൂമി താമസിക്കാനുള്ള ഗവൺമെൻറ് ഒരു ടെമ്പററി പെർമിറ്റാണ് ഉള്ളത്. അത് ബാങ്കുകാർ ഈടായിട്ട് എടുക്കണം. അതിനുവേണ്ടിയാണ് ഒന്ന് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. കാര്യം എന്താണ്? എനിക്ക് വേറെ മാർഗമില്ല. പുറമ്പോക്കിൽ താമസിക്കുന്ന എനിക്ക് പുറമ്പോക്കിലെ പട്ടയഭൂമി ടെമ്പററി പെർമിറ്റുള്ള താമസിക്കാനുള്ള അനുവാദം മാത്രമേ ഉള്ളൂ അവിടെ. അപ്പം അത് ഞങ്ങൾക്ക് ബാങ്കിൽ ഈടായിട്ട് വെക്കണം. പണിയാണ്. അതിന് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അതെന്ത് ഉടമ്പടിയാണ് ചെയ്തിരിക്കുന്നത്? അത് വിശ്വാസത്തിലല്ല ചെയ്തിരിക്കുന്നത്, സ്നേഹത്തിലാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള സ്നേഹത്തിൽ. നമ്മുടെ യാത്ര, ഉടമ്പടി യാത്ര എപ്പോഴും സ്നേഹത്തിലാണ്. എന്തുമാത്രം ആൾക്കാരാണ് 100 മേനിയും കൊയ്യണത്. ആരാ കൊയ്യണത്? ഈ വിശ്വാസികളല്ല കൊയ്യണത്, സ്നേഹക്കാരാണ് കൊയ്യണത്. അവരങ്ങനെ കണ്ണുപൊട്ട് ദൈവത്തിലങ്ങനെ സ്നേഹത്തിൽ ഉറപ്പിച്ച് വിശ്വസിച്ച് പോയാണ്. അതാണ് കർത്താവ് ചോദിക്കുന്നത്. അതായത് എന്നിട്ട് ഇവിടെ കൊണ്ട് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ
ഇവളോട് കർത്താവ് മാതാവ് സ്വപ്നത്തിൽ പറയും, അല്ല 2 ദിവസം കഴിയുമ്പോൾ ആ സാക്ഷ്യം നമ്മൾ ഈ ആഴ്ചയിലുള്ള സാക്ഷ്യമാണ്. 2 ദിവസം കഴിയുമ്പോൾ ഉടമ്പടി കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ തന്നെ മനോരമയിൽ ഒരു വാർത്ത വരും. എന്താ വാർത്ത വരുന്നത്? അതായത് പുറമ്പോക്ക് ഭൂമിയാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ഈട് വെക്കാമെന്നും പറഞ്ഞ് വാർത്ത വരും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതിൻ്റെയൊക്കെ പോക്ക് കണ്ടില്ലേ? ഈ ആഴ്ചത്തെ സാക്ഷ്യമാണ് എന്ന് വെച്ചാൽ റെക്ടിഫൈ ചെയ്ത് കൊടുക്കും. അപ്പം നിങ്ങളത് ആനുഷംഗികമായിട്ട് സംഭവിച്ചാണെന്ന് പറഞ്ഞ കാര്യമില്ല. നിനക്ക് പകരം ഞാൻ ജനതകളെ കൊടുക്കുമെന്ന സംഭവം. സാക്ഷ്യം എന്താ പറഞ്ഞിരിക്കണത്? വചനത്തിൻ്റെ വാഗ്ദാനം എന്താണ്? നീ ഈ രാജ്യത്തിൻ്റെ നിയമം വേണമെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ മാറ്റുമെന്നാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തോതെന്ന് പറയണത് സ്വന്തം പുത്രനെ വരെ നൽകുന്ന തോതാണ്. കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന.